ഇന്ന് റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ പെർഫ്യൂമാണ്. ആ പെർഫ്യൂം മുമ്പായിട്ട് നമുക്കൊരെണ്ണം അൺബോക്സ് ചെയ്യാനുണ്ട്. ഡിയർ ഹോം പെർഫ്യൂം നമ്മൾ ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുള്ളൊരു പെർഫ്യൂമാണ്. ഞാൻ വിൻ്റർ സമയത്ത് അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിലൊക്കെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു പെർഫ്യൂമാണ് ഡിയർ ഹോം പെർഫ്യൂം. എനിക്ക് ഒരുപാട് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ട്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പല കോംപ്ലിമെൻറ്റ്സും വാങ്ങിത്തന്ന ഒരു പെർഫ്യൂമാണ് ഡിയർ ഹോം പെർഫ്യൂം. അത്യാവശ്യം വിലയുള്ളൊരു പെർഫ്യൂമാണ്. ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അൺബോക്സ് ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ബോക്സിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ്. അവിടെ ക്രിസ്ത്യൻ ഡയോറിൻ്റെ എംബ്ലം കാണാം, സ്റ്റിക്കർ കാണാം. താഴെ ബാച്ച് കോഡും കാര്യങ്ങളും 100 ml പെർഫ്യൂം വേർഷൻ. ബാച്ച് കോഡ് പിറകിലൊന്നുമില്ല, സൈഡിലും പ്രത്യേകിച്ചൊന്നുമില്ല. ഇതാണ് ബോക്സ്. ഇവിടെ ബ്ലറായിട്ട് കാണാൻ പറ്റും. 100 ml ഡിയോർ എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ആ ഒരു ബി സിമ്പിൾ, ക്രിസ്ത്യൻ ഡിയോറിൻ്റെ ബി സിമ്പിൾ കാണാം. CD ക്രിസ്ത്യൻ ഡിയോർ. സൂപ്പർ. മെയ്ഡ് ഇൻ ഫ്രാൻസ്. ഇവിടെയാണ് ബാച്ച് കോഡ് വരുന്നത്. സാധാരണ ഡിയർ ഹോം ഇൻഡൻസിന് ബോട്ടം ആയിരിക്കും. ഇവിടെ പിറകിലാണ് 4A01. കണ്ടോ, ഒരു ബ്രൗൺ ലിക്കറിൻ്റെ ഒക്കെ ഒരു കളർ. ഇത് ഡിയർ ഹോം ഇൻഡൻസ് ഏകദേശം സിമിലർ ആണ് കളർ. കണ്ടോ, ഇത് ഡിയർ ഹോം ഇൻഡൻസ് ആണിത്, പഴയ ബാച്ച്. ഏകദേശം അതിൻ്റെ അതേ സെയിം ജ്യൂസ് കളർ തന്നെയാണ്. ഇതും 100 ml ആണ്, ഇതും 100 ml ആണ്. ഓൾറെഡി റിവ്യൂ ചെയ്തിട്ടുണ്ട്, വലിച്ച് നീട്ടുന്നില്ല. ഓക്കെ, ഈ കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഒരുപാട് പെർഫ്യൂംസ് ഇറക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ബെൻലി, ഫെറാറി, മെഴ്സൈഡീസ്, ഒരുപാട് കാർ മാനുഫാക്ചറിങ് കമ്പനീസ് ഒരുപാട് പെർഫ്യൂംസ് ഇറക്കുന്നുണ്ട്. അതിൽ ചിലതൊക്കെ പേര് കേട്ടതാണ്. ഇപ്പോൾ ബെൻലിയുടെ ബെൻലി ഫോർ മെൻ ഇൻഡൻസ്, പിന്നെ ഫെറാറിയുടെ 1-2 ഉണ്ട്. അതുപോലെ തന്നെ മെഴ്സൈഡീസിൻ്റെ മെൻസ് ക്ലബ് ബ്ലാക്ക്. ഈ ഒരു പെർഫ്യൂം ഭയങ്കര ഹൈപ്പാണ്. ഒരുപാട് ആൾക്കാർ വാങ്ങി ഉപയോഗിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ റിവ്യൂവിലൊക്കെ വരുന്ന ഹൈപ്പ് ഭയങ്കര ഹൈപ്പാണ്. അല്ലെങ്കിൽ നീഷ് പെർഫ്യൂമിൻ്റെ ക്വാളിറ്റി ഉണ്ടെന്നൊക്കെയാണ് ഈ ഒരു പെർഫ്യൂമിനെ കുറിച്ച് പറയുന്നത്. അപ്പോൾ ഓൾറെഡി മുമ്പ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് നമുക്കൊരു പെർഫ്യൂം സ്റ്റോറിൽ നിന്നാണ് ഇത് അയച്ചു തന്നത്. അവരിത് പറഞ്ഞു, നിങ്ങളുടെ നാട്ടിലെ കാലാവസ്ഥയ്ക്ക് നന്നായിട്ട് ചേരും, നല്ല പെർഫോമൻസ് കിട്ടും, ലോങ്ജിവിറ്റി ഉണ്ടാവും, പ്രൊജക്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് അയച്ചു തന്നെയാണ്. റിവ്യൂ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അയച്ചു തന്നതാണ് ഈ ഒരു പെർഫ്യൂം. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ വിശേഷങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തന്നെ ബോട്ടിൽ ഡിസൈൻ. മെഴ്സീഡീസ് ബെൻസിൻ്റെ അറിയാലോ, അവരുടെ ഒരു കാറിൻ്റെ ഒക്കെ ഒരു ഡിസൈൻ തന്നെ, ഒരു എയറോ ഡൈനാമിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് ഇതിലും കൊടുത്തിട്ടുള്ളത്. ഇത് ടെസ്റ്ററാട്ടോ, ടെസ്റ്റർ എന്നോട് കൊടുത്തിട്ടുണ്ട്. ജ്യൂസിൻ്റെ കളർ ഉണ്ടല്ലേ, ഒരു ഇതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ, ഡിയർ ഹോം ഇൻഡൻസ് വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഒരു കളറാണ് ഇതിൻ്റെ ജ്യൂസ്. ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ഒക്കെ ഒരു ഷേപ്പുള്ള ആ ഒരു ഫീൽ കിട്ടുന്നു കാഴ്ചയിൽ. ബോട്ടിൽ ഡിസൈൻ കാണാൻ സ്റ്റണ്ണിങ് ആണ്. വളരെ സ്ലീക്ക് ആൻഡ് സ്ലിം ആയിട്ടുള്ള എലഗൻ്റ് ആയിട്ടുള്ള ഒരു ബോട്ടിൽ ഡിസൈനാണ്. കട്ടിയുള്ള പ്ലാസ്റ്റിക്. താഴെ ഒരു ടോയ്ലറ്റ്, മെയ്ഡ് ഇൻ ഫ്രാൻസ്. മെഴ്സീഡീസ് ബെൻസ് ഇരിക്കുന്നത് ജർമ്മൻ കമ്പനിയാണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷേ ഇത് പെർഫ്യൂം ഇറക്കിയിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ്, ഫ്രഞ്ച് പെർഫ്യൂമാണ്. ഇവിടെ മെഴ്സീഡീസ് ബെൻസ് ക്ലബ് ബ്ലാക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓട്ടോമൈസർ വരുന്നത് സ്പ്രെയർ വരുന്ന ഈ ഭാഗത്താണ്. വിരൽ അകത്തോട്ട് വെച്ചിട്ട് താഴോട്ട് പ്രസ് ചെയ്യണം. സ്പ്രെയർ ഇവിടെയാണ്. ഇവിടെ ബെൻസിൻ്റെ ലോഗോ കാണാം. വളരെ സ്മൂത്ത് ആയിട്ടുള്ള, എന്താ പറയുക, ഹോൾഡ് ചെയ്യാൻ നല്ല രസമുള്ള ഒരു സൂവനീർ ടൈപ്പ്, അല്ലെങ്കിൽ ഒരു നമ്മുടെ ഷോക്കേസിലേക്ക് വെക്കാൻ പറ്റിയ ഒരു ആർട്ട് വർക്ക് പോലെയുണ്ട് ബോട്ടിൽ ഡിസൈൻ കാണാൻ. അടിപൊളി ബോട്ടിൽ ഡിസൈൻ, ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നു. അപ്പോൾ മെഴ്സീഡീസ് ബെൻസിൻ്റെ അല്ലെങ്കിൽ ആ ഒരു കമ്പനിയുടെ ഒരു സിഗ്നേച്ചർ ഇതിലുമുണ്ട്. ആ ഒരു ഡിസൈനിങ്ങിൽ നല്ലൊരു ഡിസൈനിങ് കൊടുത്തിട്ടുണ്ട്. ഒരു ക്വാളിറ്റിയുള്ള ഡിസൈനിങ്ങാണ് കൊടുത്തിട്ടുള്ളത്. ഇത്രയാണ് ബോട്ടിൽ ഡിസൈനെ കുറിച്ച് പറയാൻ. സ്പ്രേ ചെയ്ത് നോക്കാം. സ്പ്രേയും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല സ്പ്രേയാണ്. ജ്യൂസ് വൈഡായിട്ട് സ്പ്രെഡ് ആവുന്നുണ്ട്. ഇതിൻ്റെ നോട്ട് ഓപ്പണിങ്ങിൽ കൊടുത്തിട്ടുള്ളത് ബെർഗമോട്ട്, മിഡിൽ നോട്ടിലേക്ക് വരുമ്പോൾ ഇൻസെൻസ്, ജാസ്മിൻ, ബേസ് നോട്ടിൽ വരുമ്പോൾ വാനില, ബെൻസോയിൻ, വുഡി നോട്ട്, ആംബ്രോക്സ. ഇതൊന്നും വായിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊന്നുമല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. ഒരൊറ്റ നോട്ട് വാനില. ഇത് വാനില ബോംബാണ്, ന്യൂക്ലിയർ ബോംബ്. വാനില നോട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് ധൈര്യമായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ആദ്യം എനിക്ക് കിട്ടിയ അടിച്ച സമയത്ത് ഞെട്ടിപ്പോയി. ഇത്രയും അല്ലെങ്കിൽ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു റേറ്റിന് ഇത്രയും ക്വാളിറ്റി ആയിട്ട്, സിന്തറ്റിക് അല്ലാതെ അല്ലെങ്കിൽ ഒട്ടും ഒരു കെമിക്കൽ ഫീൽ തരാതെ വളരെ നീഷ് ക്വാളിറ്റി, ഈവൻ ഡിസൈനർ പെർഫ്യൂമിനേക്കാൾ കൗച്ചു വയ്ക്കുന്ന തരത്തിലുള്ള നീഷ് ക്വാളിറ്റി ജ്യൂസ് ഈ ഒരു പെർഫ്യൂമിൽ എങ്ങനെ വന്ന് ഇത്രയും നാൾ എങ്ങനെ ഉപയോഗിക്കാതിരുന്നു, ഇതുകൊണ്ടായിരിക്കാം ഇത്രയും ഹൈപ്പ് കിട്ടിയതൊക്കെ ഞാൻ വിചാരിച്ചു. അത്രയ്ക്ക് ഒരു കിടിലം ജ്യൂസാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ഓപ്പണിങ്ങിൽ തന്നെ ഒരു ബൂസി വാനില, ബൂസി ഒരു ലഹരി പിടിപ്പിക്കുന്ന ഒരു വാനില, ബൂസി
യെസ്, ബൂസി വാനില. നമുക്ക് ഈ ബുൾഗാരി മാനിൻ ബ്ലാക്ക് ഒക്കെ ട്രൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഓപ്പണിംഗിൽ ഒരു ബൂസി, ഒരു ആൽക്കഹോളിക് ഗ്ലാസ്സിൽ പറയുന്നത് ഒരു നമുക്കറിയാൻ പറ്റും, ഒരു ബൂസി ആയിട്ടുള്ള ഒരു നോട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഓപ്പണിങ്ങിൽ തന്നെ. ഓ, ബൂസി വാനില. ഈ ഒരു മണം എനിക്ക് തീറി മുഗ്ലർ പ്യൂർ ഹവാന എന്നുള്ളൊരു പെർഫ്യൂമിൻ്റെ ഒരു സിമിലാരിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഡോൾച്ചെ ഗബാന ഇത് 180p. ഇത് 180pയിൽ ഒരു ആംബർ നോട്ടുണ്ട്. ഈ ജ്യൂസിൻ്റെ കളറും ഒരു ആംബർ നോട്ടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു കളറാണ് ഈ ജ്യൂസിൻ്റെ ഒരു കളർ. ഒരു പ്രത്യേക തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള ഒരു ക്യാരക്ടറുള്ള ഒരു പൗഡറി മിസ്റ്റീരിയസ് ഫാക്ടർ നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടും. അതിൻ്റെ കാരണം ഈ ഒരു ആംബർ നോട്ടാണ്. ആംബറിൻ്റെ മണം ഇഷ്ടമുള്ളവർക്കൊക്കെ ധൈര്യമായിട്ട് വാങ്ങാം. ആംബർ വളരെ ലക്ഷറീസ് ആയിട്ടുള്ള ഒരു നോട്ടാണ് ആംബർ നോട്ട്. ഹൈ ക്വാളിറ്റി അല്ലെങ്കിൽ നീഷ് പെർഫ്യൂമിലൊക്കെയാണ് കൂടുതൽ നമുക്ക് ആംബറിൻ്റെ നോട്ട് പ്രൊമനൻ്റ് ആയിട്ട് കിട്ടുന്നത്. ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഒരു ഫ്ലഫി ബ്യൂട്ടിഫുൾ വാനില, വളരെ ക്രീമി യമ്മി വാനില. ഈ വാനില എന്ന് പറയുമ്പോൾ പല ടൈപ്പ് വാനിലയുണ്ട്. ഇപ്പോൾ ഒരു വാനില എന്ന് പറയുന്നത് കേക്കിൻ്റെ ഒക്കെ വരുന്ന ഒരു വാനില നോട്ടാണ്. ആ ഒരു കേക്ക് കഴിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ആ ഒരു നോട്ട് സ്മെൽ, ആ ഒരു വാനില. ഇതിന് എനിക്ക് കിട്ടുന്നത് ഡ്രീം കേക്ക് പലരും കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ ഒരു വാനില ഉണ്ടല്ലോ, പല ലെയർ ഓപ്പണിങ്ങിൽ ഒരു ചോക്ലേറ്റ്, ബെൽജിയം ചോക്ലേറ്റ്, അത് കഴിഞ്ഞിട്ടൊരു വാനില പോലുള്ള വൈറ്റ് ക്രീമിൻ്റെ, പിന്നെ കഴിഞ്ഞിട്ട് കേക്ക്, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക്, പിന്നെയും ചോക്ലേറ്റ്. അപ്പോൾ ഒരു ഡ്രീം കേക്കിൻ്റെ ഒക്കെ ഒരു വാനില ടൈപ്പ്. നമ്മളിപ്പോൾ പണ്ട് കാലങ്ങളൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ പോകുന്ന വഴിക്ക് ഒരു ബേക്കറി ഉണ്ട്. ആ ബേക്കറിയുടെ അടുത്ത് ചെല്ലുമ്പോൾ എനിക്ക് വിശപ്പ് വരും. എത്ര ആഹാരം കഴിച്ചെന്ന് പറഞ്ഞാൽ ആ ബേക്കറിയുടെ അടുത്തെത്തുമ്പോൾ എനിക്ക് വയറ് കത്താന്ന് പറയും. കാരണം അവിടെ നിന്ന് വരുന്ന ഈ പപ്സിൻ്റെയും കേക്കിൻ്റെ ഒക്കെ ഒരു മണം ആ ഏരിയ ഒരു 10-200-300 മീറ്ററൊക്കെ ആ ഒരു മണമായിരിക്കും. നമ്മൾ അങ്ങോട്ട് എത്തുമ്പോൾ തന്നെ ആ ഒരു വിശപ്പിൻ്റെ വിളിയെത്തും. പ്രത്യേകിച്ച് സ്കൂൾ വിട്ട് തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിശപ്പിന് ഭയങ്കര കാന്തലാണ് അവിടെ എത്തുമ്പോൾ. അപ്പോൾ അതുപോലുള്ള ഒരു സ്മോക്കി വാനില ടൈപ്പ് മണം, ഡെഫിനറ്റ്ലി ഹൈ ക്ലാസ് സ്മെൽ, അടിപൊളി. ഇപ്പം നമ്മൾ ചില ഒരുപാട് പെർഫ്യൂംസ് നിങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളവരുണ്ടല്ലേ, ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട്. അപ്പോൾ അവർ തന്നെ പലരും ചിന്തിക്കാറുണ്ട്, ഈ ഡ്രൈ ഡൗണിൽ വരുന്ന ഒരു മണം എനിക്ക് ഓപ്പണിങ്ങിൽ കിട്ടിയിരുന്നെങ്കിൽ. ഒട്ടുമിക്ക പെർഫ്യൂമിൻ്റെയും മാജിക്ക് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒളിപ്പിച്ചിരിക്കുന്നത് ഈ ഡ്രൈ ഡൗണിലായിരിക്കും. ഈ ഒരു പെർഫ്യൂമിൻ്റെയും നിങ്ങൾ പറയുന്ന ആ ഡ്രൈ ഡൗണിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാജിക്കാണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ആ ഒരു വാനില മസ്കി പൗഡറി നോട്ട്, ഇതിൽ ചെറുതായിട്ട് ഒരു ടൊബാക്കോ നോട്ട്, ലൈറ്റ് ചെറുതായിട്ട്, ഒരുപാടല്ല, ഒരു 5% ഒരു ടൊബാക്കോ നോട്ട് എവിടെയോ ഫീൽ ചെയ്യും. ഒപ്പം ഒരു ലെതർ എന്ന് പറയുമ്പോൾ നമ്മുടെ ചെരുപ്പ് അല്ലെങ്കിൽ തുകൽ ചെരുപ്പിൻ്റെ തുകൽ വസ്തുക്കളുടെ ഒരു മണമല്ല, പകരം ഒരു ക്വാളിറ്റിയുള്ള ഒരു സ്മോക്കി ബേൺഡ് കരിഞ്ഞ ഒരു ലെതറിൻ്റെ ഒക്കെ ഒരു മണം, റിച്ച് ആയിട്ടുള്ള ഒരു കട്ട് കൂടിയ ഒരു തിക്കായിട്ടുള്ള ഒരു ലെതർ സ്മെൽ. അത് വളരെ സ്വീറ്റ് ആയിട്ടുള്ള മണം. സ്വീറ്റ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വീറ്റ് അല്ല, ഒരുപാട് ഗുർമൺ ടൈപ്പല്ല, എന്നാൽ സ്വീറ്റാണ്. വളരെ എന്താ പറയുക, സ്മെൽസ് ലൈക്ക് റിച്ച് ആൻഡ് ഹൈ ക്ലാസ്. അതിൽ ചെറിയ ടൊബാക്കോ നോട്ടുണ്ട്. അതുപോലെ തന്നെ സെക്സി ക്രീമി നോട്ട് ചേർത്തിട്ടുണ്ട്. കൈ കടിച്ച് തിന്നാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ളൊരു മണം. ചോക്ലേറ്റ്, വാനില, ലെതറി, കുറച്ച് മസ്കി, ടൊബാക്കോ, കുറച്ച് സ്പൈസി, അതിലേറെ ആംബർ, ഇതൊക്കെ ചേർന്നിട്ടുള്ള വളരെ റിച്ച് ആയിട്ടുള്ള ഹൈ ക്ലാസ് ആയിട്ടുള്ള നീഷ് പെർഫ്യൂം. അതുപോലെ തന്നെ കുറച്ച് വുഡി നോട്ട് കാണാം. പിന്നെ ചെറുതായിട്ടൊരു ഇൻസെൻസ് നോട്ട്, അത് ബാക്ക്ഗ്രൗണ്ടിലാണ് ഒരു ഇൻസെൻസിൻ്റെ നോട്ട് വരുന്നത്. ആ ഇൻസെൻസിൻ്റെ നോട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ചന്ദനത്തിരി അല്ലെങ്കിൽ സാമ്പ്രാണി, കുന്തിരിക്ക പോലുള്ള നോട്ടല്ല, ഒരു സ്മോക്കി ഞാൻ പറഞ്ഞില്ലേ, ഒരു നട്ട്, ഒരു അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ ബദാം പരിപ്പോ, ഇതൊക്കെ ഒന്ന് വറക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മോക്കി സ്മെല്ലുണ്ട്. അത് തന്നെ കപ്പലണ്ടി, ബദാം പരിപ്പ്, പിസ്ത, ഇതൊക്കെ ഒന്ന് മൂപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു പുകഞ്ഞ ഒരു നട്ടിൻ്റെ ഒരു സ്മെൽ. പ്രത്യേകിച്ച് അണ്ടി ഫാക്ടറിയിലൊക്കെ അവിടെ ഉള്ള ഈ ഒരു മണം പെട്ടെന്ന് കിട്ടും. അങ്ങനെയുള്ളൊരു മണം ഉണ്ടല്ലോ, ഒരു അണ്ടി വറുക്കുമ്പോൾ കിട്ടുന്ന, കശുവണ്ടി വറുക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്മോക്കി സ്മെൽ. ആ ഒരു സ്മോക്കി സ്മെല്ലാണ് ഇതിൽ ഇൻസെൻസ് നോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത്. അത് ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, നല്ലതായിട്ട് കിട്ടും ആ നോട്ട്. അടിപൊളിയായിട്ട്, ഒരു രക്ഷയില്ല. ഇതിൻ്റെ ജ്യൂസ് ഇത് ശരിക്കും ഓടെ ടോയ്ലറ്റ് കോൺസെൻട്രേഷൻ ആണ്. പക്ഷേ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, എക്സ്ട്രാക്ട് വെർഷൻ അല്ലെങ്കിൽ ഈ പെർഫ്യൂം വെർഷൻ്റെ ഒരു ക്വാളിറ്റിയാണ് ഈ ഒരു ജ്യൂസിന്. അപ്പോൾ EDT ആയതുകൊണ്ടോ, പെർഫ്യൂം ഒരിക്കലും പെർഫ്യൂം വെർഷൻ ആയതുകൊണ്ടോ, എക്സ്ട്രാക്ട് വെർഷൻ ആയതുകൊണ്ടോ പെർഫ്യൂമിൻ്റെ പെർഫോമൻസിനെ നിർണ്ണയിക്കുന്നില്ല. അതിൽ മിക്സ് ചെയ്തിരിക്കുന്ന ജ്യൂസിൻ്റെ ക്വാളിറ്റിയിലാണ്, അല്ലെങ്കിൽ അതിൻ്റെ മിക്സിങ്ങിലാണ്, അല്ലെങ്കിൽ ആ പെർഫ്യൂമിൻ്റെ നേച്ചറിലാണ് പെർഫ്യൂമിന് പ്രൊജക്ഷനും ലോങ്ജിവിറ്റിയും കിട്ടുന്നത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഇതിൽ നല്ല ഒരു ക്വാളിറ്റി അവർ കൊടുത്തിട്ടുണ്ട്. സാധാരണ ഈ ഒരു പ്രൈസ് റേഞ്ച് വരുമ്പോൾ, പ്രൈസ് റേഞ്ച് അവസാനം പറയാം, എനിക്ക് തന്ന റേറ്റ് ഞാൻ പറയാം. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഇത്തരം റേഞ്ച് വരുമ്പോൾ പൊതുവെ നമുക്കൊരു ചീപ്പ് സിന്തറ്റിക് സ്മെല്ലായിരിക്കും കിട്ടുക. പക്ഷേ ഇതിലങ്ങനെയല്ല. ഇതേ ഒരു പെർഫ്യൂംസിൻ്റെ മാലിയുടെ പറഞ്ഞിട്ടുണ്ടല്ലോ, അൾത്തേർ, ഓക്കെ, ആ ഒരു പെർഫ്യൂമിന് ഏകദേശം ഇതേ സിമിലാരിറ്റി വൈബാണ്. അതുപോലെ തന്നെ ഡിയർ ഹോം ഇൻറ്റൻസിൻ്റെ ഒക്കെ എവിടെയൊക്കെ ഒരു സിമിലാരിറ്റി, ആ ഒരു ബ്ലാക്ക് ഐറിസ് സ്മെൽ, ചോക്ലേറ്റി പൗഡറി സ്മെൽ ഇതിലുമുണ്ട്. ആ ഒരു നോട്ട് ഇതിൽ നന്നായിട്ടും കിട്ടുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം തുറന്നു പറയാം, ഈ ഒരു പെർഫ്യൂം
17,000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഫ്രൈഡേ ചാമ്പിലൊക്കെ ഏകദേശം 16,900. ഞാൻ വാങ്ങിയത് 14,500 ഞാൻ വാങ്ങുന്ന സ്റ്റോറിൽ എനിക്ക് അത്ര റേറ്റ് കുറച്ച് തന്നു. 14,500 കിട്ടി. നല്ലൊരു ഡീലാണ്. അപ്പോൾ എനിക്ക് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനേക്കാൾ അല്ലെങ്കിൽ ഡിയർ ഹോം പെർഫ്യൂം ഇൻറ്റൻസിനേക്കാൾ കുറച്ചും കൂടി ഒരു ഹൈ ക്ലാസ് ആയിട്ട് തോന്നി. ടു ബി ഫ്രാങ്ക്, ഈ ഒരു പെർഫ്യൂം ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു ബെറ്റർ ജ്യൂസായിട്ട് തോന്നി. ഒരു പക്ഷേ 17,000 രൂപയ്ക്ക് ഈ ഒരു പെർഫ്യൂം ഇറങ്ങി എല്ലാവരും ഇതിനെ കൊണ്ടാടിയത്. അത്രയ്ക്ക് നല്ലൊരു ജ്യൂസാണ് ഈ ഒരു പെർഫ്യൂമിനുള്ളത്. ഇതിനേക്കാൾ ഹൈ ക്ലാസ് ആയിട്ട് തോന്നി, ഇതിനേക്കാൾ സൂപ്പർ റിച്ച് ആയിട്ട് തോന്നി, ലക്ഷൂറിയസ് ആയിട്ട് തോന്നി മെൻസ് ക്ലബിന്. അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് അൺബോക്സ് ചെയ്തത്. ഈ മൊറോക്കോയിലൊക്കെ നമ്മൾ കുറേ വീഡിയോ ഉണ്ടല്ലോ, ഈ മൊറോക്കോയിലൊക്കെ ഉള്ള കോടീശ്വരന്മാർ വന്നിറങ്ങുന്നുണ്ടല്ലോ. ഒരു പാരമ്പര്യമായിട്ട് ഒരു വലിയ കോടികൾ ടേൺ ഓവറുള്ള കമ്പനിയുടെയൊക്കെ CEO ആയിരിക്കും. വളരെ അലക്ഷ്യമായിട്ടായിരിക്കും അവിടെ ജീവിതമൊക്കെ. അടിച്ചുപൊളി, കറക്കം, ഫുൾ എന്താ പറയുക, ഫുൾ ഡോപ്പാമിൻ്റെ കളിയാണ്. ഫുൾ ആ ഒരു മൂടി നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ വല്ലപ്പോഴൊക്കെ ആയിരിക്കും അവർ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഒരു ബെൻലി കാറിൽ വന്നിറങ്ങി കോട്ടൺ സൂട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ ഇട്ട് ഇറങ്ങുന്ന ഒരു സുന്ദരനായ ഒരു സെക്സി മാച്ചോ ഒരു ബോസ് ടൈപ്പ് സ്മെല്ലാണ് എനിക്ക് ഒരു പെർഫ്യൂം ട്രൈ ചെയ്ത്. ആ ഒരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ചീപ്പല്ല, വളരെ ക്വാളിറ്റി ഉള്ള സാധനമാണ് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ വളരെ വലിയൊരു കോൺഫിഡൻറ്റ്, അല്ലെങ്കിൽ ഒരു പവർ നമുക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു പെർഫ്യൂമിൽ നിന്ന്. ഒട്ടും ലോ ക്ലാസ് ടൈപ്പ് അല്ല, വളരെ ഹൈ ക്ലാസ് ആയിട്ടുള്ള ഒരു സ്മെൽ. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫീലാണ് നമുക്ക് ഈ ഒരു പെർഫ്യൂമിൽ കിട്ടുന്നത്. ഇത് എപ്പോൾ അടിച്ചാലും എനിക്ക് കോംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അടിച്ചിട്ട് വൈകുന്നേരങ്ങളാണ് ഞാൻ കൂടുതൽ ഉപയോഗിക്കുന്നത്. വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി ഈ സമയത്താണ് കൂടുതൽ ഉപയോഗിക്കേണ്ടത്. ആ സമയത്ത് മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോഴൊക്കെ അടിക്കുന്ന സമയത്ത് കൂട്ടുകാരായിട്ട് പോകുമ്പോൾ എന്നോട് പറയാം, എടാ നിന്ന് ആ സ്പ്രേ അടിച്ചാലേ അവർക്കത് കിട്ടുന്നുണ്ട്. കിട്ടുമ്പോൾ എന്നോട് പറയാറുണ്ട്, കോംപ്ലിമെൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ അവരോട് പറയും, എടാ ഏതെങ്കിലും പെർഫ്യൂം ഞാൻ അടിച്ചിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മണം കിട്ടുന്നുണ്ടെങ്കിൽ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അവർ പറയും, ഞാൻ ഏത് ഉപയോഗിച്ചാലും പറയും. അത് പോസിറ്റീവ് ആണെങ്കിലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, അവരോട് പറയും. പക്ഷേ ഈ ഒരു പെർഫ്യൂമിൻ്റെ ഫാനാണ് അവർ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഏതെങ്കിലും ഒരാളെന്തെങ്കിലും പറയും, എടാ കുറച്ചും കൂടെ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ പുള്ളി അടക്കം പറഞ്ഞു എനിക്ക് ഈ ഒരു പെർഫ്യൂം വേണമെന്ന് പറഞ്ഞ ഒരു പെർഫ്യൂമാണ് ഈ ഒരു പെർഫ്യൂം. ഇനി ഇതിൻ്റെ ഒക്കേഷൻ ഞാൻ പറയുന്നു, ഇത് വൈകുന്നേരങ്ങളിൽ മാത്രം, വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തണുപ്പുള്ള സമയത്ത് മാത്രം ഉപയോഗിക്കേണ്ട പെർഫ്യൂമാണ്. ഈ റിവ്യൂ കണ്ടിട്ട് വന്ന് എന്നോട് വാട്സപ്പിൽ ചോദിക്കുന്നുണ്ട് ഉച്ചയ്ക്ക് അടിച്ചോട്ടെ എന്ന്. ഞാൻ വ്യക്തമായിട്ടല്ലേ പറയുന്നത്, വൈകുന്നേരങ്ങൾ ഉപയോഗിക്കേണ്ട പെർഫ്യൂം വൈകുന്നേരം ഉപയോഗിക്കണം. വൈകുന്നേരം രാത്രി ഉപയോഗിക്കേണ്ട പെർഫ്യൂം രാത്രിയും വൈകുന്നേരം ഉപയോഗിക്കണം. ഇത് രാത്രിയും വൈകുന്നേരം മാത്രം ഉപയോഗിക്കേണ്ട ഒരു പെർഫ്യൂമാണ്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ നല്ല തണുപ്പായിരുന്നുണ്ടെങ്കിൽ പകൽ സമയത്ത് ഉപയോഗിക്കുന്നതിന് കുഴപ്പമില്ല, നല്ല തണുപ്പ് വേണം. ഇത് വിൻ്റർ പെർഫ്യൂമാണ്. കോൾഡ് വെതർ സീസണിൽ ഉപയോഗിക്കേണ്ട പെർഫ്യൂം, വിൻ്റർ ഫോൾ സീസണിലൊക്കെ യൂസ് ചെയ്യേണ്ട പെർഫ്യൂമാണ്. അതൊരിക്കലും നമ്മൾ ചൂട് സമയത്ത് രാവിലെ അടിച്ചാൽ ഉദ്ദേശിക്കുന്ന പെർഫോമൻസും കിട്ടത്തില്ല, ലോങ്ജിവിറ്റിയും കിട്ടില്ല, കോംപ്ലിമെൻറ്റും കിട്ടില്ല. അപ്പോൾ അതിന് രാത്രി വൈകുന്നേരം വേണം മാത്രം ഉപയോഗിക്കാൻ. അപ്പോൾ സീസൺ എനിക്കിത് ട്രൈ ചെയ്തപ്പോൾ ക്രിസ്മസ് ആ നൈറ്റ് ടൈമിൽ ആ ഒരു ഫീൽ കിട്ടി. അതുപോലെ തന്നെ ന്യൂ ഇയർ സീസൺ, ക്ലബിങ്, പാർട്ടി, ഗെറ്റ് ടുഗദർ, പിന്നെ വൈകുന്നേരങ്ങളിലൊക്കെ സിനിമ കാണാൻ പോകുമ്പോൾ സെക്കൻഡ് ഷോ സിനിമ, അല്ലെങ്കിൽ ഡേറ്റ് നൈറ്റ് ഫ്രാഗ്രൻസ് ആയിട്ട് നിങ്ങൾക്ക് ബ്ലൈൻഡ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു വാനില നോട്ട്, ഞാൻ പറഞ്ഞ നോട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു പെർഫ്യൂം ഡേറ്റ് നൈറ്റിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന പെർഫ്യൂം. അതുപോലെ തന്നെ ഗേൾസ്, നിങ്ങളുടെ ബോയ് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പെർഫ്യൂം ഈ ഒരു പെർഫ്യൂം. നിങ്ങൾക്ക് പിറന്നാളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഒക്കേഷൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു മണമാണ് ഈ ഒരു പെർഫ്യൂം. നിങ്ങൾ വാങ്ങിക്കൊടുക്കുക, അവർ നിങ്ങൾ എന്ന് ഓർക്കും, ഈ മണവും ഓർക്കും, നിങ്ങളെ ഓർക്കും. അപ്പോൾ ഡേറ്റ് നൈറ്റ് അതിന് പറ്റിയ ഒരു ബീസ്റ്റ് മോഡ് ഐറ്റമാണ് ഈ ഒരു പെർഫ്യൂം. ഇനി ലോങ്ജിവിറ്റി, ഞാൻ വൈകുന്നേരം രാത്രിയാണ് ഉപയോഗിച്ചത്. എനിക്ക് 7-8 മണിക്കൂറോളം ലോങ്ജിവിറ്റി എനിക്ക് കിട്ടി. ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് കിട്ടി. നമുക്കൊരു 6-7 മണിക്കൂർ പറയാം. പിറ്റേ ദിവസവും എൻ്റെ ഷർട്ടിലുണ്ടായിരുന്നു. രാത്രി ഉപയോഗിച്ചിട്ട് വൈകുന്നേരം എനിക്ക് 7 മണിക്കാണ് ഉപയോഗിച്ചത്. പിറ്റേ ദിവസം ഉച്ചയായപ്പോഴും ആ ഷർട്ട് എടുത്ത സമയത്ത് ഷർട്ടിൽ മണം ഉണ്ടായിരുന്നു, അത്യാവശ്യം നല്ലപോലെ മണം ഉണ്ടായിരുന്നു. അപ്പോൾ ലോങ്ജിവിറ്റി ഒരു രക്ഷയില്ലാത്തൊരു ലോങ്ജിവിറ്റിയാണ്. നല്ല ലോങ്ജിവിറ്റി ഉണ്ട്, നല്ല പെർഫോമൻസ് ഉണ്ട്, അടിപൊളി പെർഫോമൻസ് ആണ് കിട്ടുന്നത്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വൈകുന്നേരവും രാത്രി നല്ല പെർഫോമൻസ് ഉണ്ട്. പ്രൊജക്ഷൻ ആദ്യത്തെ 3 മണിക്കൂർ സ്ട്രോങ് പ്രൊജക്ഷനാണ്. പിന്നെ അടുത്തോട്ടേക്ക് വരുമ്പോൾ ഒതുങ്ങുന്ന തരത്തിൽ പ്രൊജക്ഷൻ മാറും. സിന്തറ്റിക് പെർഫ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൂടുതൽ ലോങ്ജിവിറ്റിയും കൂടുതൽ പ്രൊജക്ഷൻ കിട്ടും. പക്ഷേ പ്രശ്നം എന്ന് പറയുന്നത് പെട്ടെന്ന് മടുപ്പുണ്ടാക്കും. പക്ഷേ ഇത് സിന്തറ്റിക് അല്ല, ഇത് വളരെ നാച്ചുറൽ ആയിട്ടുള്ള റിച്ച് ഹൈ ക്ലാസ് സ്മെല്ലാണ്, ഒരു നീഷ് ക്വാളിറ്റി ലെവലുള്ള പെർഫ്യൂമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്യാൻ. ഓക്കെ, ഇപ്പോൾ ലോങ്ജിവിറ്റിയും പ്രൊജക്ഷനും സ്ട്രോങ് ആണ്, നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ കൊള്ളാം, സൂപ്പർ. പിന്നെ ഇത് യൂണിസെക്സ് ആണ്. വാനിലയുടെ നോട്ട് ഇഷ്ടപ്പെടാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഞാൻ പറഞ്ഞ ഒരു ക്രീമി, ഫ്ലഫി, യമ്മി വാനില, ഞാൻ പറഞ്ഞ ഡ്രീം കേക്കിൻ്റെ അല്ലെങ്കിൽ സാൻ സെബാസ്റ്റ്യൻ കേക്ക്, ചീസ് കേക്ക്, അതിൻ്റെയൊക്കെ ഒരു ക്വാളിറ്റി ഉള്ള കൊഴുത്ത തിക്കായിട്ടുള്ള ക്രീമി ബ്യൂട്ടിഫുൾ ഫ്ലഫി ആയിട്ടുള്ള ഗുർമോണ്ട് കൊതി കൂറുന്ന വാനിലയുടെയൊക്കെ മണം ഇഷ്ടമുള്ളവർക്ക് ഒരു ബിസ്ക്കറ്റ് ചോക്ലേറ്റി വാനില രക്ഷയില്ല കേട്ടോ. കാഡ്ബറി, ഡയറി മിൽക്ക് അതുപോലെയൊക്കെയുള്ളൊരു മണം. ഇപ്പോൾ മിഡിലോട്ടിലേക്ക് വന്നപ്പോൾ ഡയറി മിൽക്ക് കുറച്ചും കൂടി ഒരു ക്രീമി ഡയറി മിൽക്കിൻ്റെയൊക്കെ നമ്മുടെ ഗാലക്സിയിലെ ഗാലക്സിയുടെയൊക്കെ ഒരു ഫീൽ, ഗാലക്സി ചോക്ലേറ്റ് ബോഡിയിൽ. അപ്പോൾ മണം മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ വാങ്ങുന്ന ഒരു ഷോപ്പുണ്ട്, വലിയൊരു ഷോപ്പാണ്. ഏകദേശം 200-ലധികം ഡിസൈനർ നീഷ് പെർഫ്യൂംസ് സെയിൽ ചെയ്യുന്ന വളരെ വലിയൊരു സ്റ്റോറുണ്ട്. അപ്പം അവരാണ് എന്നെ കോൺടാക്ട് ചെയ്തത്, അവരാണ് എനിക്കിത് അയച്ചു തന്നത്. അപ്പോൾ ഈ ഒരു പെർഫ്യൂമിൻ്റെ
വില ഇപ്പോൾ ഏകദേശം ചില സൈറ്റിലൊക്കെ 5000, 5500 ഞാൻ കാണുന്നുണ്ട്. 5500 അടുപ്പിച്ചാണ് റേറ്റ് വരുന്നത്. റേറ്റ് കൂട്ടി, കാരണം വളരെ ഹൈപ്പ് ഉണ്ട്, നല്ല ഡിമാൻഡുണ്ട്. ഇപ്പോൾ ഏറെക്കുറെ ഡിസ്കണ്ടിന്യൂഡ് ആയി എന്നൊക്കെ പറയുന്നു. അപ്പോൾ എനിക്ക് റിവ്യൂ ചെയ്യാൻ അയച്ചു തന്ന ആ ഒരു സ്റ്റോർ അവർ പറഞ്ഞത് ഇത് റിവ്യൂ ചെയ്തിട്ട് ആദ്യം വരുന്ന 10 പേർക്ക് 4600 രൂപയ്ക്ക് തരാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ കമൻറ്റിൽ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാം. അപ്പോൾ ആദ്യം വരുന്ന 10 പേർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. വളരെ ലിമിറ്റഡ് ആണ്, കാരണം ഡിസ്കണ്ടിന്യൂഡ് ആകാറായതുകൊണ്ട് ഇപ്പോൾ ഒരിടത്തും ഇല്ല. ഓട്ടോമേറ്റഡ് സൈറ്റിൽ ഔട്ട് സ്റ്റോക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു റേറ്റ് എനിക്ക് ലാഭമായിട്ട് തോന്നി. അപ്പം 1-2 പേര് വാങ്ങിയായിരുന്നു. ഞാനിത് പറഞ്ഞു, 1-2 പേര് വാങ്ങി, അവർക്കൊക്കെ നല്ല കോംപ്ലിമെൻറ്റ് കിട്ടി. അപ്പോൾ അവരും പറഞ്ഞു നിങ്ങൾ തീർച്ചയായും ഇത് റിവ്യൂ ചെയ്യണം, കൊള്ളാം, നിങ്ങൾ റെക്കമെൻഡേഷൻ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ അവരോട് സംസാരിച്ചത്. അപ്പോൾ ചെറിയൊരു പ്രോഫിറ്റ് എനിക്കും കിട്ടുന്ന രീതിയിലാണ് അവർ പറഞ്ഞത്. അപ്പോൾ 4600 രൂപയ്ക്ക് അവരത് റീറ്റെയിൽ പാക്ക് അവർ തരാമെന്ന് പറഞ്ഞു. ആദ്യം വിളിക്കുന്ന 10 പേർക്ക് മാത്രം. അപ്പോൾ ഒരു ചാൻസ് മിസ് ചെയ്യേണ്ട. നമുക്കൊരു 1000 രൂപയോളം ലാഭമുണ്ട്. 1000 രൂപയോളം കുറവാണ്. പല സൈറ്റിലൊക്കെ 5300, 5600, 5600 ഉള്ള സൈറ്റുണ്ട്. ചില സൈറ്റിലൊക്കെ 6000 ഞാൻ കണ്ടതുണ്ട്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ റീറ്റെയിൽ പാക്ക് നല്ലൊരു ലാഭമാണ്. അപ്പോൾ കമൻറ്റിൽ ഞാൻ എൻ്റെ നമ്പർ മെൻഷൻ ചെയ്യാം. വാട്സാപ്പിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, ഞാൻ അവർക്ക് ഓർഡർ കൊടുക്കാം. അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യുന്നതാണ്. ആരെയും നിർബന്ധിക്കുന്നില്ല. വാങ്ങാൻ താല്പര്യമുള്ളവർ മാത്രം വാങ്ങുക. റിവ്യൂ കണ്ട് മനസ്സിലായതിന് ശേഷം മാത്രം വാങ്ങുക. അപ്പോൾ എന്നെ സംബന്ധിച്ച് 10ൽ 9 മാർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് വാനില പെർഫ്യൂം. ഞാൻ ട്രൈ ചെയ്തതിൽ ഏറ്റവും കിടിലം വാനില. ഞാൻ ഒരുപാട് പെർഫ്യൂം ട്രൈ ചെയ്തിട്ടുണ്ട്. ഡ്രൈഡോണിൽ വരുന്ന വാനില കുറച്ച് നേരം മാത്രമേ നിൽക്കൂ. ആ ഒരു ഡ്രൈഡോണിൽ വരുന്ന വാനില നോട്ട് അതെടുത്ത് ഓപ്പണിംഗ് വെച്ചാൽ എങ്ങനെ ഇരിക്കും, അതാണ് ഈ ഒരു മണം. അപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. 10ൽ 9 മാർക്ക് കൊടുക്കുന്നു. വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ പറയുക. എസ്പെഷ്യലി നിങ്ങൾക്ക് കോംപ്ലിമെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പറയണം. ഗേൾസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, കാരണം വാനില നോട്ടാണ്. ഓക്കെ, അപ്പോൾ കമൻറ്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയുക. താങ്ക് യു സോ മച്ച്. ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം.